day, so stand up and shout. GGO, you got to play to win. GGO, let the games begin. You and your team keep getting better. You're good alone, but better together. GGO, you got to play to win. GGO, football. GGO ഫുട്ബോൾ ഇതൊരു വെർച്വൽ ഫുട്ബോൾ ഗെയിമാണ്. ഇത് കളിക്കുന്നത് മൈക്രോ AI ഫുട്ബോളേഴ്സ് ആണ്. ഈ ഫുട്ബോളേഴ്സിനെ ഉണ്ടാക്കിയത് ആക്ച്വൽ ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ കോപ്പി ആയിട്ടാണ്. ശരീരം കൊണ്ടും ടെക്നോളജി കൊണ്ടും അവർ നമ്മുടെ ഫുട്ബോൾ പ്ലേയേഴ്സിനെ പോലെ തന്നെയാണ്. ശരിക്കുള്ള മാച്ച് പോലെ തന്നെയാണ് അവരുടെ മാച്ച്. വാശിയും വീറും വൈരാഗ്യവും എല്ലാം അവർക്കുമുണ്ട്. ലോകം മുഴുവൻ ഈ ഗെയിം അറിയപ്പെടുന്നതുമാണ്. ഇത് ടെലികാസ്റ്റ് ചെയ്ത് കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ആൾക്കാർ ഇതിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ ടൂർണമെന്റിനെ വളരെ വലിയ രീതിയിലാണ് ലോകം മുഴുവനും പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ലീഗ്സും ടൂർണമെന്റ്സും ലോകം മുഴുവനും ഇത് കളിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ കളിയാണ് GGO ഫുട്ബോളിന്റെ വേൾഡ് ടൂർണമെന്റ്. ഇതിൽ കളിക്കുന്നതോ ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോളേഴ്സ്. Episode 1: The Mysterious Player Myth. നീ എന്താ ടാക്കിൾ ചെയ്യാൻ നോക്കിയതാണോ? വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. അതിനുള്ളിൽ പിടിച്ചിരിക്കും. നിന്റെ ടീമുകാർ ഇത്ര മോശമായിട്ടാ കളിക്കുന്നേ. അലമ്പ്, നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം. പെട്ടെന്ന് ബോൾ പാസ് ചെയ്യ്. എന്റെ ബോൾ തട്ടാൻ വരികയാണോ? എന്നാ നമുക്ക് കാണാം. നിങ്ങളിങ്ങനെ കളിച്ചത് ഒട്ടും ശരിയായില്ല. ഇത് തെറ്റാണ് കേട്ടോ. എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന്. കാരണം GGO ഫുട്ബോളിന്റെ 5 മാച്ച് അവൻ ജയിച്ചിരിക്കുന്നത്. ആരെങ്കിലും എന്നെ ഏറ്റുകൂടാനുണ്ടോ? എല്ലാരും എന്തിനെ പേടിച്ച് മാറി നിൽക്കണേ. വാ, മുന്നോട്ട് പോ. നീ എനിക്ക് പുതിയൊരു GGO ഫുട്ബോളർ വാങ്ങിച്ചു തന്നേ പറ്റൂ. ആദ്യം നീ പഠിച്ചു തുടങ്ങ, എന്നിട്ട് ഞാനൊരു മേടിച്ചരാം. ഏയ്, ഞാൻ കളിക്കാൻ റെഡിയോ? ആരാ പറഞ്ഞേ? ഞാനാ പറഞ്ഞ. കോളല്ലേ? നീയോ? നീയാണ് എനിക്കെതിരെ കളിക്കാൻ പോകുന്നത്. എന്റെ കൈയുടെ അത്ര പോലും നീളമില്ലല്ലോ നിനക്ക്. അല്ല, നീ എന്നെ ഇൻസൾട്ട് ചെയ്യണോ തടിയോ? അങ്ങനെ തന്നെ വെച്ചോ. എന്ത് ചെയ്യും നീ? അതെ, GGO ഫുട്ബോളിന് ശരീരത്തിന്റെ വലുപ്പമല്ല പ്രധാനം. അവനെ പോലെ പൊക്കം കുറഞ്ഞ ആൾക്കാർക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റും. ഞങ്ങള് തോക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ നിന്റെ സ്കൂൾ ബാഗ് ഞങ്ങൾ ചുമക്കുന്നതായിരിക്കും. അല്ല, ഒരു 2 ആഴ്ച ആക്കിക്കോ. അല്ല, 1 മാസത്തേക്കാക്കാം. എന്നാ പിന്നെ 1 വർഷം ആക്കാം അല്ലേ?
ഇതൊരു നല്ല ഡീലാ. നീ തന്നെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് വാക്ക് മാറാൻ പാടില്ല. നമുക്ക് സ്കൂളിൽ വെച്ച് കാണാം. നമുക്ക് വീണ്ടും കാണേണ്ടി വരും. എന്നെ മറക്കരുത്. നിനക്കത് തലക്ക് വട്ടാണോ? ഓ, നിന്റെ ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടിയില്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്? എന്താ ആത്മവിശ്വാസം കൂട്ടിയെന്നോ? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നമ്മുടെ കമ്പ്യൂട്ടറിൽ എത്ര നാളായിട്ടുണ്ട് ഈ വൈറസ്? ഒരു 5 മിനിറ്റ് ആയി കാണും സാർ. എത്ര ഡാറ്റ പോയിരിക്കുന്ന വല്ല അറിയോ? ഇത്തവണ നടന്ന എക്സാമും പിന്നെ അതിന്റെ റിസൾട്ടും കുട്ടികളുടെ അറ്റൻഡൻസിന്റെ റെക്കോർഡ്സും. അല്ല, എന്താ പറ്റിയേ? സ്കൂളിന്റെ കമ്പ്യൂട്ടറിൽ എന്തോ വൈറസ് കയറിയത്രേ. അതുകൊണ്ട് എക്സാമിന്റെ റിസൾട്ട്സും അറ്റൻഡൻസും ഒക്കെ മാഞ്ഞു പോയെന്ന് അവര് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ശരിക്കും നല്ല കാര്യം തന്നെ. ഞാൻ തന്നെ 3 പ്രാവശ്യം ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ റെക്കോർഡ്സ് ഒക്കെ മാഞ്ഞു പോട്ടെന്ന് വെച്ചാൽ നല്ല കാര്യമല്ലേ? അപ്പോഴേ മിസ്റ്റർ ചെൻ, നിങ്ങൾക്ക് ഇതൊന്ന് നിർത്താൻ പറ്റുമെന്ന് നോക്ക്. ഞാൻ പരമാവധി റെക്കോർഡ്സ് എല്ലാം തിരിച്ചെടുക്കാൻ നോക്കി. പക്ഷെ ഇത് ഭയങ്കര പ്രയാസമുള്ള വൈറസ് ആണെന്ന് തോന്നുന്നത്. എന്ത് ചെയ്താലും ഡേറ്റ എല്ലാം മാഞ്ഞു പോകും. അല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. എല്ലാരും ഒരിക്കൽ കൂടി എക്സാം എഴുതേണ്ടി വരും. എനിക്കിതിനെ നിർത്താൻ പറ്റുന്നില്ല സർ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാ. ഒന്ന് വായടച്ച് മിണ്ടാതെ നിൽക്ക്. ഇനി എത്ര സമയം വേണ്ടിവരും ഇത് നന്നാക്കാൻ? സാർ, ഒരു 5 മിനിറ്റ് കൂടി സാർ. എന്നെ കൊണ്ട് പറ്റില്ല സർ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള വൈറസാ. ഞാൻ ആവുന്നത് ശ്രമിച്ചു നോക്കി സർ. ഇത് മോശമായി പോയി. നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി എക്സാം എഴുതേണ്ടി വരും. കോൾ ടിമി, ഐസക് എവിടെയാണ്? ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അറിയാൻ പാടില്ലെന്നോ? വേഗം അവനെ വിളിച്ചോണ്ട് വാ, അല്ലെങ്കിൽ നല്ല അടി കിട്ടും. പറയുന്നേട്ടല്ലോ. ഓക്കെ സാർ. അവനെ ഇവിടുന്ന് കാണുന്നില്ലല്ലോ. ഇവിടെ അവിടെ ഉണ്ടോ നോക്കിയേ. അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. എന്താ ഒരു മണം? ഇത് നല്ല മണമാണല്ലോ. അത് സ്ക്വിഡിന്റെ മണമല്ലേ? അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അവനിവിടെ നീ ഇവിടെയാണോ ഇരിക്കുന്നത്? ഐസക്, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. നമ്മളൊരു വലിയ പ്രശ്നത്തിലാണ്. ഇത് ശരിയാന്ന് തോന്നുന്നു. ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചു. നീ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യുവോ ഐസക്? ഇത് കണ്ടില്ലേ? ഇതിലൊരു ഫ്ലാറ്റ് പ്ലേറ്റ് സോളാർ കളക്ടർ ആയിരുന്നു ഉണ്ടായത്. ഞാൻ ഇതിൽ കുറച്ച് ഓർഗാനിക് ഗ്ലാസ് ഇട്ട് മോഡിഫൈ ചെയ്തു. അതിനുശേഷം ഫ്ലോറോഡൈഡ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സൂര്യനിലുള്ള എല്ലാ ശക്തികളും ആകർഷിക്കണം. പിന്നെ ഇത് ഫ്ലോറസൻസ് ലൈറ്റും ആകർഷിക്കണം. എന്നാൽ ഇത് പ്രവർത്തിക്കുന്നില്ല. ഞാനിപ്പോ ആലോചിക്കുക ഇത് എന്തുകൊണ്ടാ ചെയ്യാത്തെന്ന്. നീ എന്താ പറഞ്ഞത് മനസ്സിലായില്ല. ശരി, നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യ്. അത് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഇതിങ്ങനെ കരിയില്ലായിരുന്നു. അത് നോക്ക്, ഞാൻ ബുദ്ധിമുട്ട് ചെയ്തതല്ല, ഇപ്പൊ കരിഞ്ഞു പോയി. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ക്വിഡ് എനിക്കിപ്പോ തിന്നാൻ പറ്റാതെ പോയി. അതൊക്കെ പോട്ടെ, എത്രയും പെട്ടെന്ന് നമ്മളെ താഴേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും എക്സാം എഴുതേണ്ടി വരും. നീ ഒന്ന് പെട്ടെന്ന് വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. നോക്കിക്കേ, ഈ ഒരെണ്ണം അത്ര കരിഞ്ഞിട്ടില്ലല്ലോ. എന്നെ വേഗം ഞാൻ നിർത്തട്ടെ. ഐസക് വേഗം ആവട്ടെ. എനിക്കറിയാം നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും. ഐസക്, തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ഒന്ന് പറ. ഓ, ഇതാകെ കുഴപ്പമായി പോയല്ലോ. ഇനി ഒരു വഴിയില്ല. പെട്ടെന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ റെഡിയാക്കണം. നീ എന്തിനാ ഇത്ര സന്തോഷിക്കുന്ന? ആ എക്സാം എഴുതാൻ നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയത്. ഇനി വീണ്ടും എഴുതേണ്ടി വരും. നീ അത് കണ്ടോ? നമ്പർ കൂടിക്കൊണ്ടിരിക്കുക. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? 100-ലും കൂടുതലാണോ നമ്പേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്?
നീ എന്താ ഐസക് ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കണേ? ഞാൻ പറയാം സാർ, ഡേറ്റ കാണാതെ പോയത് ഒരു ഇല്യൂഷൻ മാത്രമാണ്. ഇതിങ്ങനെ നമ്പർ കൂടുന്തോറും നിങ്ങളുടെ ഡേറ്റയ്ക്ക് ഒരു പ്രശ്നവും വരില്ല. അത് സേഫ് ആയിരിക്കും. ഞാൻ കുറച്ച് താമസിച്ചു അല്ലേ? എന്നെ കൊണ്ട് മുഴുവനും നിർത്താൻ പറ്റിയില്ല. എന്നാൽ നിങ്ങളുടെ ഡേറ്റ മാഞ്ഞു പോകാതെ എന്നെ കൊണ്ട് തടയാൻ പറ്റി. ഐസക്, നീ ആള് ഭയങ്കര ക്യാമറാണല്ലോ. നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സാറിനും ഇത് പിടിച്ചു നിർത്താൻ നല്ല ഒരു ഐഡിയ കിട്ടിയേനെ. ഒരു മത്സരത്തിൽ ജയിക്കുന്നത് ശക്തി കൊണ്ട് മാത്രമല്ല, അത് അവസാനം വരെ എത്രത്തോളം പിടിച്ചു നിർത്താൻ പറ്റുമോ എന്നുള്ള ബുദ്ധിയാണ് വേണ്ടത്. എന്താ ശരിയല്ലേ? അതെ, നീ പറഞ്ഞത് വളരെ ശരിയാ. മിസ്റ്റർ വോങ്, സ്കൂൾ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത ഒരു കമ്പ്യൂട്ടർ നിങ്ങൾ വെച്ചോളൂ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ ഡേറ്റ ബാക്കപ്പ് ചെയ്യാം. എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ വന്ന പണി കഴിഞ്ഞു. ഇനി എനിക്ക് പോയേ പറ്റൂ. എന്നാ ഞാൻ വരട്ടെ കേട്ടോ. ഐസക്, ഇലക്ട്രോണിക്സ് അല്ലാതെ ബാക്കി എല്ലാ സബ്ജക്റ്റിലും നീ ഫെയിൽ ആയതാണല്ലോ. പിന്നെ നിനക്ക് ഈ 97% ഓവറോൾ സ്കോർ എങ്ങനെ കിട്ടിയെന്നോ എന്നോടൊന്ന് പറ. അപ്പൊ ഇത്രയും നേരം നീ എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? എന്ത് ഐസക് 97%? എന്ത് 97 മാത്രോ? 100 കിട്ടുന്നല്ലേ വിചാരിച്ചത്? നീ എങ്ങോട്ടായി പോകുന്നത്? അവിടെ നിക്ക്. ഞാനും ഒന്ന് നോക്കട്ടെ. ഐസക്കിനെ നമുക്ക് നന്നായിട്ട് അറിയാം. അവൻ ആരെ അങ്ങനെ പറ്റിക്കില്ല. ശരിയാണ് സർ. പ്രൈമറി സ്കൂളിൽ ഇലക്ട്രോണിക്സിന് നല്ല മാർക്ക് മേടിച്ചോണ്ടിരുന്നവനാ. പക്ഷെ ഇന്ന് അവന് 97 മാത്രം കിട്ടിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ പറ്റാൻ കാരണം എന്റെ തെറ്റാണെന്നൊന്ന് നോക്കണം. ഞങ്ങളൊരു വാശിക്ക് ബെറ്റ് വെച്ചു പോയി. നീ ഞങ്ങളെ മാച്ചിൽ സഹായിക്കില്ലേ? അതെ, നിന്റെ സഹായം ഇല്ലാതെ മാച്ച് ജയിക്കാനാവില്ല. പ്ലീസ് ഐസക്, വാ. അവൻ ഇന്നലത്തെ മാച്ചിൽ 4 പേരെ തോൽപ്പിച്ചു. അറിയോ നിനക്ക്? അതായത് നമ്മളുടെ 4 GGO ഫുട്ബോൾ പ്ലേയേഴ്സിനാണ് പരിക്കേൽപ്പിച്ചത്. നീ എങ്ങനെയെങ്കിലും സഹായിച്ചേ പറ്റൂ. നമുക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഇതൊരു തുടക്കല്ലേ? തീർച്ചയായും നീ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെക്കാളും മിടുക്കാൻ നീ ഒറ്റ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. നിന്റെ അച്ഛൻ പോയ ശേഷം നീ GGO ഫുട്ബോൾ നിർത്തിയത്. അതിന്റെ കാരണം എനിക്കറിയില്ല. എനിക്കതൊന്നും കേൾക്കണ്ട. നീ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ 1 വർഷത്തേക്ക് ഞങ്ങൾ അവന്റെ സ്കൂൾ ബാഗ് ചുമക്കേണ്ടി വരും. ഞാനെന്തിനാ ആ കാര്യത്തിൽ തലയിടുന്നത്? നമ്മളൊക്കെ ചേട്ടനനിയന്മാരെ പോലെയല്ലേ? നമ്മള് പരസ്പരം സഹായിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ശരിയല്ലേ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഒരു മിനിറ്റ്, നമുക്ക് ഭാഗ്യം എങ്ങനെയുണ്ടെന്ന് ഒന്നും ഞാൻ പരിശോധിക്കട്ടെ. നീ പോകാതെ അവിടെ തന്നെ നിക്കണേ. മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ. കോയിൻ ടോസ് ഒന്നും വേണ്ട. ഞാൻ അതിൽ എപ്പോഴും തോക്കുന്നതാ. നീ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ? നിനക്ക് ഭാഗ്യത്തിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ. ഒരു പ്രശ്നം വരുമ്പോ നീ ഇങ്ങനെ കൈയൊഴിയുന്നത് ശരിയല്ല. നിനക്കെതിരായി കളിക്കുന്നവന് നല്ല ശക്തി പിന്നെ ബുദ്ധിയുമുണ്ട്. നിന്റെ സാറ്റലൈറ്റിനും കൊണ്ട് നീ കളിക്കാൻ പോയാൽ തീർച്ചയായും നീ തോറ്റുപോകും. ബുദ്ധിയില്ലാത്തവൻ ആരും അവനോട് മത്സരിക്കാൻ പോവുക. ഐസക്, ഹായ് ഐസക്. അല്ല, ടീമിന്റെയും കാളിന്റെയും കൂടെ നീ GGO ഫുട്ബോൾ കളിക്കാൻ പോകുന്നില്ലേ? ആദ്യം ഇത് എന്താണെന്ന് പറ. എന്റെ ഗുരുവിന് വേണ്ടിയുള്ള ഗിഫ്റ്റാ. അതായത് നിന്റെ ആന്റിക്ക്. എന്ത്? എന്റെ ആന്റി നിന്റെ ഗുരുവാണെന്നോ? ആന്റി പറ്റി. എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? ഒന്നെങ്കിൽ നീ എന്നെ ആന്റി എന്ന് വിളിക്കണം, അല്ലെങ്കിൽ നീ എന്നെ ബെറ്റി എന്ന് വിളിക്കണം. പേരുകൾ കൂട്ടിച്ചേർത്ത് വിളിക്കരുത്. ഹായ് ആന്റി ബെറ്റി. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ നിങ്ങളെ ഞാൻ എന്റെ ഗുരുവെന്ന് വിളിക്കാം, മതിയോ? ഞാൻ നിന്നെ കേക്ക് ബേക്ക് ചെയ്യണം എങ്ങനെയാ പഠിപ്പിക്കുന്നത്, അല്ലാതെ കൺഫേം അല്ല, അറിയോ? ഇനി മേലിൽ എന്നെ അങ്ങനെ വിളിക്കരുത്. പ്രായം കൂടിയതുപോലെ തോന്നുന്നു, അതാ. ഓ, ഇതാണോ? ഇത് ആന്റിക്കുള്ള ഗിഫ്റ്റാ. ആന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധന ഇത്. എനിക്കാണോ? അതെ, വേണമെങ്കിൽ നോക്കിക്കോ. ഓ, കാണാൻ എന്തൊരു ഭംഗിയാ. എനിക്ക് ഇതാണ് ഏറെ ഇഷ്ടം. നിന്നോട് ആരാ പറഞ്ഞു? ഐസക് എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാ നിങ്ങൾ ആരും ഇതുവരെ കല്യാണം കഴിക്കാൻ വരാത്ത. ആന്റിക്ക് ഇപ്പൊ അത് മനസ്സിലായി കാണുമല്ലോ. ഈ ചെടിയുള്ള സ്ഥലത്ത് ആരെങ്കിലും വരോ? ഇതൊരു വൃത്തികെട്ട ചെടിയല്ലേ? എന്ത്? അങ്ങനെയാണോ? ഓ, എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിന്നെ ഞാൻ എന്താ ചെയ്യാന്നറിയാ? ചമ്മന്തിയാക്കിയനെ. ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞ എന്റെ സുന്ദരിയായ ആന്റി. ഞാൻ അങ്ങനെ പറയോ? നീ വെറുതെ കിടന്ന് കിളിക്കണ്ട. നീ എന്തിനാ അത് കൊണ്ടുവന്നേ? ശരിക്കും ആ ചെടി നിന്നെ പോലെയാ. കാണാൻ വളരെ മോശ. കൊണ്ടുപോയിക്കോ ഇവിടുന്ന്.
എന്നാ ഇത് പിടിച്ചോളൂ, നമുക്ക് പഠിക്കാൻ തുടങ്ങാം. ആദ്യം നിനക്ക് വേണ്ടത് നല്ലൊരു മനസ്സാണ്, അറിയോ? അതില്ലെങ്കിൽ പിന്നെ കേക്ക് എങ്ങനെ ബേക്ക് ചെയ്താലും അതിന് മധുരമുണ്ടാവില്ല. എന്ത് നല്ലൊരു ഉപദേശം എനിക്ക് തന്നത്. കാരണം എന്റെ അടുത്തുള്ളതൊരു വിശാലമായ മനസ്സാണ്. പിന്നെ ഞാൻ കാണാനും സുന്ദരിയാ. ഞാൻ എന്റെ ലക്ഷ്യം പൂർത്തിയാക്കും. ഞാൻ എന്റെ ലക്ഷ്യം ഇത് പൂർത്തിയാക്കും. ശരിക്കും ബേക്കറിയാണോ അല്ല ഭ്രാന്ത് ആശുപത്രിയാണോ? ശരിക്കും വട്ട് തന്നെ. അപ്പോ ആർക്കാണ് ഈ ജെല്ലി ഫിഷ് വേണ്ടതെന്ന് പറഞ്ഞോളൂ. ഇത്രയും നേരം നീ എവിടെ പോയി കിടക്കായിരുന്നു ഐസക്? ആ ബോക്സിനകത്തുള്ള ട്യൂബ് ലൈറ്റ് ഞാൻ മാറ്റാൻ പറഞ്ഞതല്ലേ? ഓക്കേ. ഹേ അങ്കിൾ, ഈ ലൈറ്റ് ലൂസ് ആണ്. ഒട്ടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അതാ സ്റ്റോർ റൂമിലുണ്ടാവും. ചെന്ന് നോക്ക്, പെട്ടെന്ന് വേണം. ഐസക്, ഞങ്ങളുടെ സ്കോർ ഇപ്പൊ വളരെ മോശമാണ്. നീ എത്രയും പെട്ടെന്ന് ഇവിടെ ഒന്ന് സഹായിച്ചേ പറ്റൂ. ഞങ്ങളുടെ പ്ലേയേഴ്സിന് പരിക്ക് പറ്റിയിരിക്കുന്നു. ഓപ്പോണന്റ് ടീമിലെ കളിക്കാര് വല്ലാത്ത ദുഷ്ടന്മാരാ. നമ്മളുടെ പ്ലേയേഴ്സിനൊക്കെ അവര് ദ്രോഹിച്ചു. നീ എത്രയും പെട്ടെന്ന് ഇവിടെ വന്നേ പറ്റൂ, പ്ലീസ്. എന്നെ കൊണ്ട് പറ്റില്ല. ഇത് മിത്താണോ? അങ്കിൾ പോൾ, എന്തിനാ ഒരു പുതിയ ജിജിയോ ഫുട്ബോളറിനെ ഇവിടെ വെച്ചിരിക്കുന്നത്? എവിടുന്നാ വാങ്ങിച്ച? അല്ല, ഞാനിത് വാങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞ വിലയ്ക്ക് നിങ്ങക്ക് തരാൻ പറ്റൂ. നിങ്ങളിത് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇത് എവിടുന്നാ വന്നത്? ഇതിൽ ഞാൻ ലേബിൾ ഒന്നും കാണുന്നില്ലല്ലോ അങ്കിൾ. ഞാൻ ഇവിടെ അല്പം ബിസിയാണ്. നിനക്ക് കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? നിന്റെ അച്ഛൻ 2 ദിവസം മുമ്പ് ഇത് ഇങ്ങോട്ട് അയച്ചതാണ്. ഓക്കെ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ അച്ഛൻ തന്നതാണെന്നോ? എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് ഇത് പറഞ്ഞില്ല? അച്ഛൻ തിരിച്ചു വരുന്ന വല്ലതും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. എന്തുകൊണ്ടാ ജിജിയോ ഫുട്ബോളറെ കൊടുത്തത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഞാനൊന്നത് ചെക്ക് ചെയ്യട്ടെ. ഏയ്, നിന്നോട് ആ ഫിഷ് ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞതല്ലേ? ദേ ആ പയ്യനാണ്. അവനിൽ എന്താണ് പ്രത്യേകത മാസ്റ്റർ? അവൻ ഏകദേശം എന്റെ പ്രായമുണ്ടാവും. അവൻ ഇടുന്നത് സ്ലിപ്പേഴ്സ് ആണെങ്കിലും അവന് ജിജിയോ ഫുട്ബോൾ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. അവന്റെ മുഖം വളരെ ഫെമിലിയർ ആണ്. യെസ്, ഇത് ഐസക് ആണ്, സൺ ഓഫ് ഗോൾഡ്മാൻ. അദ്ദേഹമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ജിജിയോ ഫുട്ബോൾ എഞ്ചിനീയർ. അവനെ ഫോളോ ചെയ്യ. ഗോ. തീർച്ചയായിട്ടും സർ. നീ പറഞ്ഞത് നിന്റെ ടീം നന്നായിട്ട് കളിക്കുന്നതാണല്ലോ. എനിക്ക് കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഇനി 43 മിനിറ്റിന്റെ ഉള്ളിൽ 2 ഗോൾ അടിച്ചേ പറ്റൂ. നമുക്ക് ആ ഗോള് കിട്ടാൻ വേണ്ടി ഞാൻ ഒഫൻസിലെല്ലാം ഇറക്കാൻ പോകുക. ടൈറ്റനോട് ഡിഫൻസ് മുറുക്കി പിടിക്കാൻ പറയണം. ഓക്കെ? എന്ത് സംഭവിച്ചാലും ലേസറിനെ കൊണ്ട് ഗോൾ അടിക്കാൻ സമ്മതിപ്പിക്കരുത്. ഓൾ റൈറ്റ് ടൈറ്റൻ, ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. നീ നിന്റെ ഒഫൻസ് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആക്കണം. ആരും പെനാൽറ്റി ഏരിയയിലേക്ക് കടത്തി വിടരുത്, കേട്ടല്ലോ? സാറ്റലൈറ്റ്, നിനക്ക് സമയം കിട്ടണമെങ്കിൽ നെറ്റിന്റെ അടുത്തേക്ക് പോവാൻ നോക്ക്. അവസരം കിട്ടണമെങ്കിൽ ഉടനെ ഷോട്ട് അടിച്ചോ. ദേ നോക്കിയേ, ഐസക് വന്നു. ഇനി നമുക്ക് രക്ഷയായി. ഐസക്, വേഗം വാ, നമുക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാം. എന്ത് മിത്തോ? ഇതിനു മുമ്പ് ഞാനിത് കേട്ടിട്ടില്ലല്ലോ. നീ മാത്രമല്ല കാൾ, ഞാനും ഇവനെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടേ ഇല്ല. അതൊന്നും സാരമില്ല. നീ വേഗം ബോക്സ് തുറന്ന് കളിക്കാൻ നോക്ക്. ഇന്ന് നിന്നെ തോൽപ്പിക്കാൻ തടിയോ?
എല്ലാവരും നോക്കി നിൽക്കാതെ അറ്റാക്ക് ചെയ്യേ. ലേസർ മുന്നോട്ട്. പേടിക്കണ്ട, അവനൊന്നും ഒന്നുമല്ല, ഞാൻ നോക്കിക്കോളാം. ഹേയ്, എങ്ങനെയുണ്ട്? ഇതൊക്കെ നിങ്ങക്ക് ചെയ്യാൻ പറ്റുമോ? ഓക്കെ മെത്ത്, ആ ബോൾ നിനക്കുള്ളത് അടിക്ക്. There's a feeling in the air, excitement all around. People come from everywhere. Today's the day, so stand up and shout.